കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അലക്സ് എന്ന് പറയുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് ആൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ എഴുതി ഭയങ്കര റെക്കഗ്നീഷനൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആളുടെ ഡ്രീം കമ്പനിയിൽ തന്നെ കൊച്ചിയിൽ ജോലി കിട്ടുകയാണ്. അപ്പം ആ ഒരു ജോലിയുടെ പുതുമോടി, ആളുടെ ആ ഒരു പാഷനൊക്കെ ചേർന്ന് പരിശീലന കാലയളവിലൊക്കെ ആൾ ഗംഭീരമായി പെർഫോം ചെയ്യുന്നു. പക്ഷേ ആ ഒരു ജോലിയിൽ പ്രവേശിച്ചൊരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ആൾ പല കാര്യങ്ങളിലും സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. ഡെഡ് ലൈൻസ് ഒന്നും കൃത്യമായിട്ട് അയാൾക്ക് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ആളുടെ ടീമിലുള്ള മറ്റുള്ളവരുമായിട്ടുള്ള പല തർക്കങ്ങളൊക്കെ ആളുടെ എനർജിയൊക്കെ വല്ലാണ്ട് ഡ്രെയിൻ ചെയ്യിക്കുന്ന പോലെ ആൾക്ക് തോന്നി. ചെറിയ മിസ്റ്റേക്കുകൾ തനിക്ക് പറ്റുന്നതൊക്കെ തൻ്റെ പരാജയങ്ങളൊക്കെ ആയിട്ട് ആൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് തോന്നി. പിന്നെ ഇതുകൊണ്ടൊക്കെ തന്നെ ആ ജോലി തൻ്റെ കയ്യിൽ നിന്ന് പോവുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ, ആ സമ്മർദ്ദങ്ങളൊക്കെ ആളിലേക്ക് വരാൻ തുടങ്ങി. ഈ പ്രതിസന്ധികളുടെ നടുവിൽ പെട്ടെന്ന് ഒരു മെൻറ്ററിൻ്റെ മുഖം അലക്സിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ സമയമുണ്ടാക്കി ഈ മെൻറ്ററിനെ സന്ദർശിക്കുന്നു. ആളെല്ലാ വിഷയങ്ങളും കൃത്യമായി കേട്ടതിന് ശേഷം വളരെ എമ്പതിയോടെ അലക്സിനോട് പറയുകയാണ്, അലക്സ്, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ അറിയാം എന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് പുതുതായി വരുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, പ്രതിസന്ധികൾ, ഇതിനെയൊക്കെ എങ്ങനെ കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയുന്നു എന്നതിലാണ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭാഷണം അലക്സിൻ്റെ ജീവിത ചിന്താഗതി എന്നെ മാറ്റിമറിക്കുകയാണ്. ആൾ സമയമെടുത്ത് ചിന്തിക്കുകയാണ്, എൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്. അപ്പം എല്ലാ സാങ്കേതിക അറിവുണ്ടായിരുന്നെങ്കിലും സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു വൈകാരിക ബുദ്ധി, ഇമോഷണലായിട്ടുള്ളൊരു മെച്യൂരിറ്റി, ഇല്ലെങ്കിൽ പ്രശ്നങ്ങളെ എഫക്റ്റീവായിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, ഇല്ലെങ്കിൽ മാറുന്ന സാഹചര്യങ്ങളോടുള്ള ഒരു അഡാപ്റ്റബിലിറ്റി, ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ വിഷയങ്ങൾ, ചെറുതെന്ന് കരുതിയിരുന്ന വിഷയങ്ങൾ ഈ ഒരു പ്രശ്നത്തെ ഒരുപാട് സ്വാധീനിക്കുന്നതായി ആൾ മനസ്സിലാക്കി. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് സ്കിൽസ് ട്രെയിനിങ് അലക്സ് എടുക്കുകയാണ്. ഇന്ന് അലക്സ് എന്ന് പറയുന്നത് ആ കമ്പനിയിലെ തന്നെ വൺ ഓഫ് ദ ബ്രൈറ്റ് ആയിട്ടുള്ള, പ്രോമിസിങ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയാണ്. നമ്മുടെ വലിയൊരു വിജയത്തെ സ്വാധീനിക്കുന്നത് വളരെ ചെറുതെന്നും നിസ്സാരമെന്നും നമ്മൾ കരുതുന്ന ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളിലെ വിജയങ്ങളാണ്. അലക്സിൻ്റെ കഥ ഒറ്റപ്പെട്ട ഒന്നല്ല. നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് ഒരുപാട് കഴിവുകളുണ്ടെന്ന് പ്രൂവ് ചെയ്തിട്ടും വിജയത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നവർ. എവിടെയാണ് തെറ്റിപ്പോകുന്നത്? ഇവിടെ വിസ്ഡം വിസാർഡ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം വ്യക്തികളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിലെ സക്സസ്സിന് വേണ്ടി ഒരുപാട് കോഴ്സസ് ഡിവൈസ് ചെയ്തിട്ടുണ്ട്, അത് ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.